Hi, it's me, RJ Abhinav. And this is RJ Jannat. Welcome back to our show, ICT Tarang. ഒന്നിച്ചിരിക്കാം, ഓർത്തു വെക്കാം. നമ്മുടെ സ്കൂൾ റേഡിയോയുടെ 6ാമത്തെ എപ്പിസോഡാണിന്ന്. അതെ അബി, നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ പെരിങ്ങാല ജംഗ്ഷനിലും ഓട്ടോ സ്റ്റാൻഡിലും ഗൾഫിലുമെല്ലാം നമ്മുടെ റേഡിയോ ആണ് അബി. നമ്മുടെ റേഡിയോ ലണ്ടൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ക്ലബ് എഫ് എം പോലെയും റേഡിയോ മാംഗോ പോലെയും നമ്മുടെ ICT തരംഗം ഹിറ്റ് ആയല്ലേ? പിന്നല്ല. You are listening to ICT Tarang FM station. ഒന്നിച്ചിരിക്കാം, ഓർത്തു വെക്കാം. ജന്നത്ത്, കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ സ്കൂളിലെ ക്ലാസി മാഗസിന്റെ കോമ്പറ്റീഷന്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. നീ കണ്ടില്ലേ? കണ്ടു. എന്നാലും നീ അറിയാത്ത എല്ലാവർക്കായി ഒന്നുകൂടി പറയാമോ? പിന്നെന്താ. LP സെക്ഷൻ 1 and 2 ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ദിവ്യ ടീച്ചറിന്റെ 2A ക്ലാസ്. സെക്കൻഡ് പ്രൈസ് ശ്രീകല ടീച്ചറിന്റെ 2B ക്ലാസ്. LP സെക്ഷൻ 3 and 4 ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അലീന മിസിന്റെ 4B ക്ലാസ്. സെക്കൻഡ് പ്രൈസ് രാഗ ടീച്ചറിന്റെ 4A ക്ലാസ്. UP സെക്ഷൻ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഫസ്ന മിസിന്റെ 6th B ക്ലാസ്. സെക്കൻഡ് പ്രൈസ് സേഫു ടീച്ചറിന്റെ 6A ക്ലാസ്. HS സെക്ഷൻ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സൗമ്യ ടീച്ചറിന്റെ 9B ക്ലാസ്. സെക്കൻഡ് പ്രൈസ് രമ്യ ടീച്ചറിന്റെ 10A ക്ലാസ്. വിന്നേഴ്സായ എല്ലാ ക്ലാസ്സിനും ക്ലാസ് ടീച്ചേഴ്സിനും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ICT തരംഗിന്റെ പേരിൽ ഒരു കൺഗ്രാറ്റ്സ്. യു ആർ ലിസ്ണിംഗ് ടു ICT തരംഗ് FM സ്റ്റേഷൻ. ഒന്നിച്ചിരിക്കാം, ഓർത്തു വെക്കാം. അബി, ഇന്നെന്താ പരിപാടി? ഇന്ന് ഡിസംബർ 14 എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത് 2 ദിവസം കഴിയുമ്പോൾ, അതായത് ഡിസംബർ 16 നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അത് മാത്രമല്ല, നമ്മുടെ സ്കൂളിലെ എക്സിബിഷൻ ഉണ്ടായിരുന്നില്ലേ, നോളജ് ഫെസ്റ്റ് 2020, അതിന്റെ പ്രൈസ് അനൗൺസ്മെന്റ് ഡേറ്റും കൂടിയാണ്. അത് രണ്ടും അനൗൺസ് ചെയ്യുന്നത് 16th 16th മാത്രമാണോ അബി പ്രത്യേകത ഉള്ളൂ? ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇന്നെന്താ പ്രത്യേകത? ഇന്ന് ഡിസംബർ 14 ഒരു മൺഡേ, സാധാരണ തിങ്കളാഴ്ച പോലെ ഇന്നും ഒരു തിങ്കളാഴ്ച. അല്ല അബി, ഇന്നുണ്ട് പ്രത്യേകത. ഇന്ന് ഡിസംബർ 14. ഇന്നാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ്. ശരിയാണ് ജന്നാത്ത്, ഡിസംബർ 14 2020 ഇന്ന് ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണ്. സണ്ണിന്റെയും എർത്തിന്റെയും മിഡിലിൽ മൂൺ വരുമ്പോഴാണ് സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്നത്. അങ്ങനെയാണോ? അതോ എർത്താണോ മിഡിലിൽ വരുന്നത്? നീ ആകെ കൺഫ്യൂഷൻ ആക്കിയല്ലോ. എന്തായാലും നമുക്ക് സ്കൂളിലെ സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ടീച്ചറായ ശ്രീജ ടീച്ചറോട് നമുക്കിത് ചോദിച്ചറിയാം. ടീച്ചർ നമ്മോടൊപ്പം ഇപ്പോൾ ലൈനിൽ ചേരുന്നുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു ICT തരംഗ് FM സ്റ്റേഷൻ. ഒന്നിച്ചിരിക്കാം, ഓർത്തു വെക്കാം. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. 2020 ലാസ്റ്റ് സോളാർ എക്ലിപ്സ് ഡിസംബർ 14 അതായത് ഇന്ന് നടക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനാണ് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത്. സൂര്യഗ്രഹണത്തെക്കുറിച്ച് മക്കൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് ഈ സൂര്യഗ്രഹണം? കുറച്ച് സമയത്തേക്ക് സൂര്യനെ കാണാൻ പറ്റാതാകുന്ന അവസ്ഥ, അതായത് സൂര്യനെ ആരോ വിഴുങ്ങുന്ന പോലെ. അയ്യോ, ആരാണാവോ ഇതിനു പിന്നിൽ എന്നല്ലേ നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ നായകനായ സൂര്യനും സൂര്യന്റെ ഗ്രഹമായ ഭൂമിയും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനും ഒക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ചന്ദ്രൻ ഭൂമിയെ ചുറ്റുകയും ഭൂമി സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയോടൊപ്പം ചന്ദ്രനും എന്ത് ചെയ്യുന്നു? സൂര്യനെ ചുറ്റുന്നു. അതിനിടയിൽ എപ്പോഴൊക്കെയോ ഇവർ മൂവരും ഒരേ നേർരേഖയിൽ വരാറുണ്ട്, അതായത് ഇങ്ങനെ അലൈൻഡ് ആയിട്ട് വരാറുണ്ട്. ഈ സമയത്താണ് ഈ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഒരേ നേർരേഖയിൽ ഇങ്ങനെ വരുമ്പോഴേ ഭൂമി കഴിഞ്ഞിട്ട് ചന്ദ്രനും കഴിഞ്ഞിട്ട് സൂര്യൻ, അങ്ങനെ ഒരേ നേർരേഖയിൽ വരുന്നു. അപ്പോൾ ഈ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുമ്പോൾ നമുക്ക് സൂര്യനെ കുറച്ച് സമയത്തേക്ക് കാണാൻ പറ്റാതെ വരുന്നു. അതായത് ആ കുറച്ച് നേരത്തേക്ക് നമ്മുടെ കാഴ്ചയിൽ നിന്നും സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഈ ഗ്രഹണം എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് ഭീകരനാണോ ഈ ചന്ദ്രൻ എന്ന് തോന്നുന്നുണ്ടോ? ചന്ദ്രൻ സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെങ്കിലും ഭൂമിയോട് കൂടുതൽ അടുത്ത് കിടക്കുന്നത് ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യനിലേക്കുള്ള കാഴ്ചയെ പൂർണ്ണമായും മറയ്ക്കാൻ ചന്ദ്രനാകും. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ സൂര്യഗ്രഹണം തന്നെ 3 തരത്തിലാണുള്ളത്. ഒന്ന് ടോട്ടൽ എക്ലിപ്സ്, അതായത് പൂർണ്ണ സൂര്യഗ്രഹണം. 2 പാർഷ്യൽ എക്ലിപ്സ്, അതായത് ഭാഗിക സൂര്യഗ്രഹണം. 3ാമത്തേത് ആനുലാർ എക്ലിപ്സ്, അതായത് വലയഗ്രഹണം. ഇതിൽ തന്നെ ഈ ടോട്ടൽ എക്ലിപ്സ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ ഗ്രഹണം
ദൃശ്യമാകുന്നത് എല്ലായിടത്തും അല്ലാട്ടോ. ഭൂമിയുടെ എല്ലായിടത്തും ഒരേ സമയം നമുക്ക് സൂര്യഗ്രഹണം കാണാൻ പറ്റില്ല. ഇന്നത്തെ ഈ സോളാർ എക്ലിപ്സ് ദൃശ്യമാകുന്നത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളായ ചിലിയുടെയും അർജന്റീനയുടെയും ചില ഭാഗങ്ങളിലാണ് പൂർണ്ണമായിട്ടും. പിന്നെ ഭാഗികമായി മറ്റു ചില ഭാഗങ്ങളിൽ ദൃശ്യമാണ്. അത് ഈ സൗത്ത് അമേരിക്കയുടെ തന്നെ സദേൺ ഭാഗങ്ങളിലും സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും ഒക്കെ ആയിട്ടാണ് ഈ ഭാഗികമായിട്ടുള്ള സൂര്യഗ്രഹണം കാണാൻ പറ്റുക. എന്ന് വെച്ചാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല എന്നർത്ഥം. ഇതിൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയണ്ടേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ഉള്ളപ്പോൾ, അതായത് വൈകുന്നേരമാണ് കേട്ടോ, രാവിലെ അല്ല, വൈകുന്നേരം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് 55 സെക്കൻഡ് ഉള്ളപ്പോഴാണ് ഈ സൂര്യഗ്രഹണം തുടങ്ങുക. അത് രാത്രി ഒരു 12 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ഉള്ളപ്പോൾ വരെ നീണ്ടു നിൽക്കും. നമുക്ക് രാത്രിയാണെങ്കിലേ ഈ സമയം ഈ ചിലിയിലും അർജന്റീനയിലും ഒക്കെ പകൽ സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് അവർക്ക് ഈ സൂര്യഗ്രഹണം ദൃശ്യമാകും. ഓക്കെ, ഏതാണ്ടൊക്കെ ഈ സൂര്യഗ്രഹണത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. താങ്ക് യു മക്കളെ. You are listening to ICT Tarang FM station. ഒന്നിച്ചിരിക്കാം, ഓർത്തു വെക്കാം. കണ്ടോ ജന്നത്ത്, ഞാൻ പറഞ്ഞത് തന്നെയല്ലേ കറക്റ്റ്? നീ വെറുതെ കൺഫ്യൂഷൻ ആക്കി. ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്ത ശ്രീജ ടീച്ചർക്ക് ഒരു ബിഗ് താങ്ക്സ്. ഇത്രയ്ക്ക് അമൂല്യമായ കാഴ്ച ആരും മിസ് ചെയ്യരുത് കേട്ടോ. പക്ഷെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത് വാച്ച് ചെയ്യാൻ. എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളില്ലേ? ഇത്രയൊക്കെ ഇൻഫർമേഷൻ കൊടുത്ത് നമുക്ക് തന്നെ ഈ ഇൻഫർമേഷൻ കൊടുത്തൂടെ അബി? എന്നാ ഒരു പണി ചെയ്യ് ജന്നത്ത്, നീ തന്നെ അങ്ങ് പറഞ്ഞു. ഞാനോ? എന്നാ എല്ലാവരും ഒരു പണി ചെയ്യൂ, നിങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി കണ്ടുപിടിച്ചോളൂ. എനിക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. എന്നാലും എന്റെ ജന്നത്തെ, അപ്പൊ നേരത്തെ നീ എനിക്കിട്ട് പണി തന്നതാണല്ലേ? അങ്ങനെയൊന്നുമല്ല അബി ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നീ ഒന്ന് പൊങ്ങി നിന്നോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞതാ. ഉവ്വ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേക്കാം. നമ്മൾ എക്ലിപ്സ് വാച്ച് ചെയ്യുമ്പോൾ എക്ലിപ്സ് ഗ്ലാസസ് അല്ലെങ്കിൽ വെൽഡേഴ്സ് ഗൂഗിൾ നമ്മൾ ധരിക്കണം. അല്ലെങ്കിൽ നമുക്ക് സോളാർ ടെലിസ്കോപ്പിലൂടെയോ സോളാർ ബൈനോക്കുലറിലൂടെയോ നോക്കാവുന്നതാണ്. വേറെ ഒരു വഴിയുണ്ട്, നമുക്ക് പിൻഹോൾ പ്രൊജക്ടർ യൂസ് ചെയ്യാം. അത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. യൂട്യൂബൊക്കെ ഒന്ന് നോക്കുന്നേ. അബി, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്ന ജന്നത്ത്? ശ്രീജ ടീച്ചർ പറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ലേ? ഇന്ത്യയിൽ എക്ലിപ്സ് രാത്രിയാണ്. അപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം വേസ്റ്റ് ആയി. ഇതൊന്നും വേസ്റ്റ് ആയിട്ടില്ല. ഈ അറിവൊക്കെ നമുക്ക് പിന്നീട് വിനിയോഗിക്കാം. അപ്പോ ഇപ്പൊ നടക്കാൻ പോകുന്ന എക്ലിപ്സ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലൈവായിട്ട് കാണാട്ടോ. അപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ലൈവായിട്ട് ഈ എക്ലിപ്സ് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ആജി അഭിനവ് ആൻഡ് ദിസ് ഈസ് ആർജെ ജന്നത്ത് സൈനിങ് ഓഫ് ഫ്രം ICT Tarang FM station. ഒന്നിച്ചിരിക്കാം, ഓർത്തു വെക്കാം.